നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ സ്പെഷ്യൽ ന്യൂസ്. കോഴിക്കടയുടെ മറവിൽ അനധികൃത മദ്യവിൽപ്പന, 2 പേർ കാട്ടാക്കട എക്സൈസ് പിടിയിൽ. എക്സൈസ് നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ തണ്ടർ പദ്ധതിയുടെ ഭാഗമായി കാട്ടാക്കട എക്സൈസ് ഇൻസ്പെക്ടർ ടി കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ നടന്ന വ്യാപകമായ പരിശോധനയിൽ കള്ളിക്കാട് ജംഗ്ഷന് സമീപത്തു നിന്നും കോഴിക്കടയുടെ മറവിൽ മദ്യവിൽപ്പന നടത്തിയ 2 പേർ പിടിയിലായി. AS ചിക്കൻ സ്റ്റാൾ ഉടമയായ കൂടനാട് മുള്ളിലവൻമൂട് വിളയിൽ വീട്ടിൽ 39 വയസ്സുള്ള അജി, ഇയാളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരനായ മൈലക്കര രണ്ടാംതോട് തോട്ടിൻമൂല വീട്ടിൽ രാജേഷ് എന്ന് വിളിക്കുന്ന 42 വയസ്സുള്ള ജോസ് എന്നിവരാണ് പിടിയിലായത്. ഇന്ന് പുലർച്ചെ നടത്തിയ പരിശോധനയിൽ 101 കുപ്പി മദ്യവും മദ്യം കടത്തുന്നതിന് ഉപയോഗിച്ച സ്കൂട്ടറും പിടിച്ചെടുത്തത്. AS ചിക്കൻ സ്റ്റാൾ ഉടമയായ അജിയുടെ നേതൃത്വത്തിലാണ് മദ്യവിൽപ്പന നടന്നിരുന്നത്. ഇയാളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരനായ ജോസ് ആവശ്യക്കാർക്ക് ടെലിഫോൺ മുഖേന ആവശ്യപ്പെടുന്ന സ്ഥലത്ത് മദ്യം എത്തിച്ചു കൊടുക്കുകയാണ് ഇവരുടെ രീതി. ഇപ്രകാരം KL 74C 989 നമ്പർ സ്കൂട്ടറിൽ 5.5 ലിറ്റർ മദ്യം സൂക്ഷിച്ച് കള്ളിക്കാട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് സമീപത്ത് വച്ച് ഒരാൾക്ക് വിൽപ്പന നടത്തുന്നതിനിടെയാണ് ജോസ് എക്സൈസ് പിടിയിലാകുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ AS ചിക്കൻ സ്റ്റാളിൽ വച്ച് മദ്യവിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന അജി പിടിയിലായി. ചിക്കൻ സ്റ്റാളിൽ നടത്തിയ പരിശോധനയിൽ 90 കുപ്പി മദ്യവും പിടിച്ചെടുത്തു. പരിശോധനയിൽ എക്സൈസ് ഇൻസ്പെക്ടറോടൊപ്പം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ K ബിജുകുമാർ, സജികുമാർ AO, പ്രിവന്റീവ് ഓഫീസർമാരായ T വിനോദ്, രാജീവ് R, ഹർഷകുമാർ, ഷിജു, ബിപിൻ കുമാർ എന്നിവരും പങ്കെടുത്തു. പ്രതികളെ കാട്ടാക്കട JFMC കോടതിയിൽ ഹാജരാക്കി. ജൂൺ മാസത്തിൽ നടത്തിയ പരിശോധനയിൽ 27 ഗ്രാം ഹെറോയിനുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശിയെ കാട്ടാക്കട എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി തുടർന്നും കർശനമായ പരിശോധനകൾ ഉണ്ടാകുമെന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന രഹസ്യ വിവരങ്ങൾ 9400069418 എന്ന നമ്പറിൽ അറിയിക്കണമെന്നും എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു.